ഹും, സ്വന്തം വീട്ടിൽ നിന്നും ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഇയാളുടെ ഒപ്പം ഇവിടെ വലതുകാൽ വെച്ച് വന്നപ്പോൾ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എനിക്കുണ്ടായിരുന്നു. വാമനൂർ തറവാട്ടിലെ തറവാട്ടമ്മയുടെ മക്കളെപ്പറ്റി നാട്ടുകാർക്ക് 100 നാവായിരുന്നല്ലോ. മൂത്ത മകനെ പോലെ തന്നെയായിരിക്കും ഇളയ മകനും എന്ന് ഞാൻ കരുതി. പക്ഷെ ആദ്യ രാത്രിയുടെ അന്ന് തന്നെ എന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു വീണു. എന്റെ ഏട്ടന്റെയും അച്ഛന്റെയും മറ്റൊരു പതിപ്പാണ് ഇയാളെന്ന് എനിക്ക് അന്ന് തന്നെ ബോധ്യമായി. ഏട്ടൻ തന്റെ സുഹൃത്തിന് സ്വന്തം പെങ്ങളെ എന്തുകൊണ്ട് കെട്ടിച്ചു കൊടുത്തുവെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ സന്തോഷമായി ഇരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ. അതോടെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ ഞാൻ കരുതി. ഈ നിൽക്കുന്ന എന്റെ മകൾ എന്നോട് ഇത്രയും വർഷം മിണ്ടാതിരുന്നപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്ന അമ്മയ്ക്ക് തോന്നി അല്ലേ? അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്ന ഞാൻ പിന്നീട് ഒന്നും പറയാതായപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് തോന്നാഞ്ഞത് എന്തുകൊണ്ടാ അമ്മേ? ഭാനു ചോദിച്ച അതേ ചോദ്യം നളിനിയിലും ഉടലെടുത്തു. എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല? അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടുനിന്ന അമ്മയാണ് ഞാനെന്ന്. ഞാൻ അങ്ങനെ ഒരു അമ്മയവൻ എന്താ കാരണമെന്നറിയോ? ഭർത്താവ് പറഞ്ഞതനുസരിച്ചെങ്കിൽ തന്നെ മറന്ന് മറ്റൊരു സ്ത്രീയുടെ കൂടെ കിടക്ക പങ്കുവയ്ക്കാൻ പോകുമെന്ന് പറയുന്ന ഭർത്താവിനെ അമ്മയ്ക്കോ അമ്മയുടെ പെൺമക്കൾക്കോ ചിന്തിക്കാൻ സാധിക്കുമോ? അവരുടെ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും നോട്ടം സോമന്റെ നേരെയായി. സോമൻ എല്ലാവരുടെയും മുന്നിൽ വിളറി വെളുത്തു നിന്നു. അമ്മയുടെയും പെങ്ങന്മാരുടെയും മുന്നിൽ താൻ ചൂളിപ്പോകുന്നത് അയാൾ അറിഞ്ഞു. സ്വന്തം സഹോദരന്റെ സ്വഭാവമഹിമ അറിഞ്ഞതും സരോജനയ്ക്കും ഗിരിജയ്ക്കും നാണക്കേട് തോന്നി. അപ്പോഴേക്കും ഭാനു വീണ്ടും പറഞ്ഞു തുടങ്ങി. സഹി കേട്ട് ഭർത്താവിന്റെ സ്വഭാവം അയാളുടെ അമ്മയെ അറിയിക്കാൻ തുടങ്ങിയ എന്നോട് സ്വന്തം മകളെ കൊല്ലുമെന്ന് പറഞ്ഞ ഭർത്താവിനെ ഞാൻ പേടിക്കണ്ടേ? പേടിച്ചു ഞാൻ. ഇയാളെ മാത്രമല്ല, സ്വന്തം മകളെ കൊന്ന എന്റെ സഹോദരനെയും ഞാൻ പേടിച്ചു. ഭാനുവിന്റെ ആ വെളിപ്പെടുത്തൽ വാമനൂർ തറവാട്ടിനെ ഇളക്കി മറിച്ചു. എല്ലാവരും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ നിന്നുപോയി. ഗൗരിയമ്മയുടെ മകളെ കൊന്നതായിരുന്നോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചന്തു ചോദിച്ചു. അതെ ഡേ. അതേസമയം ഇനി അവൾ എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന ചിന്തയിൽ സോമൻ അവൾക്ക് നേരെ ചീറിക്കൊണ്ടടിക്കാൻ കയ്യോങ്ങിയതും ഭാനു അയാൾക്ക് നേരെ അലറി. എന്നെ തൊട്ടാൽ കൊല്ലും തന്നെ ഞാൻ. അവളുടെ വാക്കിൽ ഒരു നിമിഷം അയാൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ടവളാ ഞാൻ. ഇനി എന്ത് ചെയ്യാനും എനിക്ക് യാതൊരു മടിയുമില്ല. എന്റെ ദേഹത്തെങ്ങനത്തെ കൈവച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ കൊല്ലും. ഭാനു വിറഞ്ഞുകൊണ്ട് അയാളെ നോക്കി അലറിയതും സോമൻ കുറച്ച് പേടിയോടെ അവളെ നോക്കി നിന്നു. അറിയട്ടെ എല്ലാവരും, എല്ലാം അറിയട്ടെ. ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നത് അറിയട്ടെ. എന്നെങ്കിലും നിങ്ങൾ നന്നാവും എന്ന് ഞാൻ കരുതി. പക്ഷെ എന്റെ ആ വിചാരം തെറ്റായിരുന്നു എന്ന് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരുന്നു. ഇനിയില്ല. നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ ഈ നിൽക്കുന്ന എല്ലാവരെയും അറിയിക്കും. ഭാനു അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് അയാളോടായി പറഞ്ഞു. മറുത്തൊരക്ഷരം പോലും പറയാൻ കഴിയാതെ സോമൻ എല്ലാം കൈവിട്ടതുപോലെ അവിടെ നിന്ന് പോയി. എന്റെ പ്രസവം കഴിഞ്ഞ് ചന്തുവിനെ കൊണ്ട് ആദ്യത്തെ 3 മാസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ കണ്ടത് ഗൗരിയെയും അവളുടെ 6 മാസം പ്രായമുള്ള മകളെയും ശപിക്കുന്ന എന്റെ അമ്മയെയാ. ഗൗരിയുടെ മകൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതറിഞ്ഞതും അവർ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്താത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഏട്ടനെന്ന് പറയുന്നവൻ അവളെയോ ആ കുഞ്ഞിനെയോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലും കണ്ടിട്ടില്ല. പല രാത്രികളിലും കുഞ്ഞു കിടന്ന് കരയുമ്പോൾ അയാൾ അവളെയും കുഞ്ഞിനെയും പിടിച്ച് പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ അവസ്ഥ അതുതന്നെയായിരുന്നല്ലോ. ആ ദിവസമൊക്കെ അവൾ എന്റെ കൂടെയായിരുന്നു. പിന്നീട് എന്ന് ചന്തുവിന്റെ ജാതകം കൊണ്ട് നിങ്ങളുടെ മകൻ എന്റെ വീട്ടിൽ കയറി വന്നു, അന്നു മുതൽ തുടങ്ങിയതാണ് എന്റെ മോളുടെ കഷ്ടകാലം. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോയ ഇയാൾ അന്നു മുതൽ ഇവളെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സോമനെ ഒന്ന് നോക്കി. അയാൾ അവരെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്ന് ഗൗരിയുടെ കുഞ്ഞു മരിക്കുന്ന ദിവസം അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ പെരുമഴ രാത്രി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാളോട് കെഞ്ചുന്ന ഗൗരിയെ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവളുടെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപേക്ഷിക്കുന്ന അവളെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവൾ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് ചാവാൻ വേണ്ടി എല്ലാവരും ആ കുഞ്ഞിനെ അവളിൽ നിന്ന് പിടിച്ചു മാറ്റി അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ഭാനു പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് ഓരോരുത്തരും ഞെട്ടി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നത് അവളുടെ നിലവിളി കേട്ടുകൊണ്ടാണ്. ഓടി താഴേക്കിറങ്ങി നോക്കുമ്പോൾ കണ്ടത് കയ്യിൽ ജീവനില്ലാത്ത അവളെ മോളെ പിടിച്ചുകൊണ്ട് അലറിക്കരയുന്ന ഗൗരിയാണ്. അന്ന് ആ കുഞ്ഞിന്റെ ചിത കത്തിയെരിയുമ്പോൾ മുറിക്കുള്ളിലിരുന്ന് എന്റെ അടുത്ത് വന്ന് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അവസ്ഥയും ഇതാവുമെന്ന്. അന്ന് രാത്രി മുതൽ പേടിച്ച് ഇവളുടെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല ഞാൻ. ഇവൾക്ക് മുലയൂട്ടാൻ എന്നെ വിലക്കിയപ്പോൾ ഞാൻ ഇവളുടെ ജീവൻ മാത്രമേ നോക്കിയുള്ളൂ. ഇവളുടെ വിശപ്പിനെ ഞാൻ കണ്ടില്ല. ആരും കാണാതെ ഇവൾക്ക് മുലയൂട്ടുന്ന ഗൗരിയെ കണ്ട് മാറി നിന്ന് മനസ്സിൽ നന്ദി പറയാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഭാനു ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്ന് ഗൗരിക്കെതിരെ ഞാൻ പറഞ്ഞതിന്റെ ഫലമായി എല്ലാവരും ചേർന്ന് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അവൾ അന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു. പക്ഷേ അന്ന് അവളുടെ കണ്ണുനിറ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ വലുത് എനിക്കെന്റെ മോളുടെ ജീവനായിരുന്നു. ഏട്ടന് വേറെ ബന്ധമുണ്ടെന്നറിഞ്ഞ നാൾ മുതൽ ഞാൻ ഇയാളെ സംശയത്തോടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. വൈകി വരുന്ന രാത്രി ഞാൻ ഇയാളുടെ വസ്ത്രം പരിശോധിക്കും.
മറ്റൊരു പെണ്ണിന്റെ മുടിയോ പൊട്ടോ ചൂരോ ചൂടോ ഉണ്ടോ എന്നറിയാൻ. ഗൗരിയും മകനും അനുഭവിച്ച ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ എന്റെ പേടി കൂടിക്കൂടി വന്നു. നാളെ ഇയാൾ വേറെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു പക്ഷെ ഇയാളുടെ മകനെ ചേർത്ത് നിർത്തും. അപ്പൊ ഞാനും എന്റെ മോളുമോ? ഞങ്ങൾ എന്ത് ചെയ്യും? സ്വന്തം വീട്ടുകാർ പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല. ഇവളെയും കൊണ്ട് മരിക്കാൻ പറ്റുമോ? അന്ന് ഇവളുടെ ജീവന് വേണ്ടി എനിക്ക് ഇവളുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. അന്ന് ആ വിവാഹാലോചന വരുമ്പോൾ ആ വിവാഹം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷി പോലും എനിക്കില്ലാതെ പോയി. ഇയാൾ പറയുന്നത് കേൾക്കുന്ന ഒരു മരപ്പാവ് മാത്രമായിരുന്നു ഞാൻ. ആ വിവാഹത്തിന് അവൾ സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഭവിഷ്യത്തെന്ന് അറിയോ അമ്മയ്ക്ക്? എന്താ അമ്മയുടെ മകൻ പറഞ്ഞതെന്ന് അറിയോ? ഇവളെയും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവെന്ന്. എന്റെ ഏട്ടൻ ചെയ്തതുപോലെ ഇവളുടെ പിതൃത്വം നിഷേധിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവെന്ന്. പ്രായപൂർത്തിയായ ഇവളെയും കൊണ്ട് എവിടെ പോവും ഞാൻ? എങ്ങനെ ജീവിക്കും? സ്വന്തം ചോര അല്ല ഇവളെന്ന് ഇയാൾ പറയുമ്പോൾ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഈ നിൽക്കുന്ന അമ്മയുടെ പെൺമക്കൾ വിശ്വസിക്കോ? ഈ ഓമന വിശ്വസിക്കോ? നാട്ടുകാർ വിശ്വസിക്കോ? അമ്മയും ഹരിയേട്ടനും ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ പിഴച്ചവളാവില്ലേ? എന്റെ മോള് പിഴച്ചു ജനിച്ചവളാവില്ലേ? ഇതെങ്ങനെ അവൾ സഹിക്കും? ഞാൻ എങ്ങനെ ഈ വീട്ടിൽ ആത്മാഭിമാനത്തോടെ കഴിയും? മാനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൾക്ക് മുന്നിൽ മറുപടി പറയാനാകാതെ നിന്നുപോയി നളിനിയും മാമോനൂർ തറവാട്ടിലെ മറ്റംഗങ്ങളും. ചന്തു അവരെ നിറ കണ്ണുകളോടെ നോക്കി നിന്നു. പെട്ടെന്ന് തളർന്നു വീഴാൻ തുടങ്ങിയ ഭാനുവിനെ ചന്തു ഓടി വന്ന് ചേർത്ത് നിർത്തി. ഭാനു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടി നിന്നിട്ടില്ല മോളെ. എല്ലാവരും കൂടി അമ്മയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാ മോളെ. ഭാനു കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ചന്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് വയ്യടി മോളെ, അമ്മയ്ക്ക് വയ്യ. ഇനിയും ഇങ്ങനെ ജീവിക്കാൻ വയ്യ. എനിക്ക് മരിച്ചാൽ മതി. ഞാൻ മരിച്ചാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ. ചന്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ പറയലേ എന്ന് തല ചലിപ്പിച്ചു. സോമൻ നളിനിയെ നോക്കുന്നതിന് മുന്നേ അയാൾക്ക് അടി വീണിരുന്നു. നളിനി തന്റെ കയ്യിലുള്ള ഊന്നുവടി കൊണ്ട് അയാളെ തലങ്ങും വിലങ്ങും തല്ലി. കുടുംബം നശിപ്പിക്കാൻ ഉണ്ടായവനെ, നീ ചാവുന്നതാണ് നല്ലത്. സ്വന്തം ഭാര്യയോടും മകളോടും ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീ എന്റെ ഭർത്താവിന് ജനിച്ച മകൻ തന്നെയാണോ? നളിനി അയാളെ തല്ലി ചതച്ചു. മതി നിർത്ത്. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ തന്നെയാ. സോമൻ അവരെ നോക്കി പറഞ്ഞു. നളിനി അവനെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾക്ക് എപ്പോഴും വലുത് നിങ്ങളുടെ മൂത്ത മകൻ ഹരിയായിരുന്നല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്കൊരു വില തന്നിട്ടുണ്ടോ? അത് കേട്ടത് ഹരി ഒന്ന് ഞെട്ടി. നിങ്ങൾ എന്നോട് പക്ഷഭേദം കാട്ടിയിട്ടില്ലേ? എപ്പോഴും ഹരിയെ കണ്ട് പടി, ഹരിയെ കണ്ട് പടി. മടുത്തു. സോമൻ പറഞ്ഞു നിർത്തിയതും അടുത്തടി അവന്റെ കരണത്ത് വീണു. നിർത്തടാ നിന്റെ നാടകം. നീ ചെയ്ത പ്രവൃത്തികൾക്ക് എന്റെ നേരെ നീ കുറ്റം ചേർത്താൻ നിൽക്കണ്ട. നീ നിന്റെ മകനോടും മകളോടും കാണിച്ചതുപോലെ ഞാൻ നിന്നോട് കാണിച്ചിട്ടുണ്ടോടാ? ഹരിക്കൊരു ഷർട്ട് എടുക്കുമ്പോൾ നിനക്ക് ഞാൻ ഷർട്ട് എടുത്ത് തന്നിട്ടില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും ചെയ്തു തന്നില്ലേ? ഹരിക്ക് ബിസിനസ് ചെയ്യാൻ പണം കൊടുത്ത പോലെ നിനക്കും ബിസിനസ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നിട്ടില്ലേ? ഞാൻ അവനെ കണ്ടുപഠിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. അവൻ അറിയാത്ത ബിസിനസ് ചെയ്ത് പണം കളഞ്ഞിട്ടില്ല. ആരോടും ഒരാവശ്യവുമില്ലാതെ വഴക്കിന് പോയിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടെയും മര്യാദയോടും കൂടി പെരുമാറിയിട്ടുള്ളൂ. അവൻ ഒരു ദുശീലവുമില്ല. അവൻ അവന്റെ ഭാര്യയും മക്കളെയും അന്തസ്സായി പോറ്റി വളർത്തി. എന്നാൽ നീയോ തന്ന പണമൊക്കെ ബിസിനസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അനാവശ്യമായി ദൂർത്തടിച്ചു കളഞ്ഞു. ഭാര്യയും മകളെയും എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചു. ഒരാളോടെങ്കിലും മര്യാദയോടും ബഹുമാനത്തോടെ നീ പെരുമാറിയിട്ടുണ്ടോ? നിനക്കില്ലാത്ത എന്ത് ദുശീലമാ ഉള്ളത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ തെണ്ടിത്തിരിഞ്ഞ് കളിച്ച് നടന്നു. ഹരി പഠിച്ച് മുഴുവൻ മാർക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ മാർക്ക് വാങ്ങിക്കൊണ്ട് വരാൻ? നീ ചന്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും പോലെ നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ബുദ്ധിയില്ലാത്ത കഴുതെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നീ പലതും ചെയ്തിട്ടും നീ നന്നാവുമെന്ന ഒറ്റ വിശ്വാസത്തിൽ നിന്നെ ഞാൻ തള്ളിക്കളയാഞ്ഞത്. എന്നിട്ട് ഞാൻ അവനോട് വേർതിരിവ് കാണിച്ചു എന്ന്. എവിടെയാടാ നിന്നോട് ഞാൻ വേർതിരിവ് കാണിച്ചിട്ടുള്ളത്? പറയടാ. നളിനി സോമനെ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു. നീ എന്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞതാ. നീ കാരണം എനിക്കൊരു പക്ഷെ ഗർഭപാത്രം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് തളർന്നു പോകാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്ന്. അന്ന് എന്റെ നാണുവെട്ടം പോലും എന്നോട് പറഞ്ഞു നിന്നെ വേണ്ടാന്ന് വെക്കാമെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ പ്രസവിക്കുമെന്ന് തീർത്തും പറഞ്ഞു. ഹരിക്ക് അവന്റെ കുഞ്ഞനിയത്തിയോ അനിയനെയോ കൊടുക്കണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. അത് കേട്ടതും ഹരി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി അത്. അന്നേ ഞാൻ നിന്നെ വേണ്ടാന്ന് വെക്കണമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ ഗതി വരില്ലായിരുന്നു. തേങ്ങിക്കരയുന്ന ഭാനുവിനെയും ചന്തുവിനെയും ചൂണ്ടിക്കൊണ്ട് നളിനി പറഞ്ഞു. എന്നിട്ടിപ്പോ നീ ചെയ്ത ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മേലെ കുറ്റയിടാൻ നോക്കുന്നു. നിന്റെ ഈ അഭിനയവും നാടകവും ഒന്നും എന്റെ അടുത്ത് വില പോകില്ല. അവരെ രക്ഷപ്പെടാനുള്ള അടവ്. നളിനി ദേഷ്യത്തോടെ പറഞ്ഞതും സോമൻ എല്ലാവരുടെയും മുന്നിൽ ചൂളിപ്പോയി. ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ താനാണ് ആ വിവാഹാലോചന കൊണ്ടുവന്നതെന്ന് അമ്മയും എല്ലാവരും അറിയുമെന്ന് ഉറപ്പായിരുന്നു. പിടിക്കപ്പെട്ട എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് തയ്യാറാക്കിയ നാടകമായിരുന്നു ഇത്. പക്ഷെ ഭാനുവിന്റെ തുറന്നു പറച്ചിലാണ് എല്ലാം താറുമാറാക്കിയത്. സോമൻ മനസ്സിലോർത്തു. ഇന്നേ വരെ നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനിയില്ല. സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ച അന്ന് തന്നെ ഞാൻ നിന്നെ പുറത്താക്കണമായിരുന്നു.
നളിനിയുടെ വാക്കുകൾ കേട്ടതും എല്ലാവരും വീണ്ടും ഞെട്ടി. ഇന്ന് ഈ നിമിഷം നീയും നിന്റെ മകനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. ഇനി നീയോ നിന്റെ മകനോ എന്റെ കുടുംബവുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. തീർന്നു നീയും ഞാനുമായുള്ള സകല ബന്ധവും. നളിനി പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവരിലും വാശി നിറഞ്ഞു. അല്ലെങ്കിലും ഈ വീട്ടിൽ നിങ്ങളുടെ ചരട് വലിക്കനുസരിച്ച് ഒരു പാവയെ പോലെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനെന്നും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്നേ ഞാൻ രക്ഷപ്പെടും. ഞാനിന്ന് കോടികൾ കയ്യിലുള്ള കോടീശ്വരനാണ്. എനിക്ക് താമസിക്കാൻ സ്വന്തമായി മണിമാളികകളുണ്ട്. അപ്പൊ പിന്നെ എനിക്കിവിടെ നിങ്ങളുടെ അടിമയെ പോലെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സോമൻ നളിനിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ ഇവൾ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണം. അന്നേ ഗോപാലൻ ജോത്സ്യം പറഞ്ഞതാണ് ഇവൾ കാരണം എന്റെ കുടുംബം നശിക്കുമെന്ന്. ഒന്നാ പിഴച്ചവളുടെ മകളെ കൊന്നുകളഞ്ഞതുപോലെ ഇവളെ അങ്ങ് കൊന്നുകളയണമായിരുന്നു. സോമൻ ചന്തുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അടുത്ത നിമിഷം സോമന്റെ കവളിൽ അടി വീണിരുന്നു. അയാൾ ഞെട്ടലോടെ കവളിൽ കൈയും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന ഹരി. സോമൻ ഒരു നിമിഷം പേടിയോടെ അയാളെ നോക്കി. നീ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് നിന്റെ കുടുംബം നശിച്ചത്. അതിനൊന്നും അറിയാത്ത കൊച്ചിന്റെ തലയെ കുറ്റം ചേർത്താൻ നോക്കുന്നുണ്ടോ നായെ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ ഒന്ന് നുള്ളി നോവിച്ചു നോക്ക്. അന്ന് നിന്റെ അടിയന്തരം ഞാൻ നടത്തിയിരിക്കും. ഇറങ്ങടാ ഇവിടെ നിന്നും. പറഞ്ഞുകൊണ്ട് ഹരി സോമനെ കഴുത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളി. ഇറങ്ങാൻ തന്നെയാ പോകുന്നത്. ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങും. ഡി എഴുന്നേക്കടി. ആര് ചാവാൻ വേണ്ടി കാത്തു നിൽക്കുവാടി നീ ഇവിടെ? കേട്ടില്ലേ അവർ പറഞ്ഞത്? ഇറങ്ങാൻ. പോയി സാധനങ്ങൾ എടുക്കടി. സോമൻ ഭാനുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ വരുന്നില്ല. ഭാനു അയാളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് വരുന്നില്ലെന്നോ? പിന്നെ എവിടെ പോകാനാടി? അവൾ പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും സോമൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എവിടേക്കെങ്കിലും, എന്നാലും നിങ്ങളുടെ കൂടെ വരില്ല. ഭാനു അതേ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. നിന്ന് നാടകം കളിക്കാതെ പോയി സാധനങ്ങൾ എടുക്കടി. പറയുന്നതോടൊപ്പം തന്നെ സോമൻ ഇടത് കൈ ഭാനുവിന് നേരെ വീശിയതും ചന്തു ആ കൈ തടഞ്ഞു. നിങ്ങളോടല്ലേ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞത്? സമയം കളയാതെ മോനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ചന്തു സോമന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡി അയാൾ ദേഷ്യത്തോടെ ചന്തുവിന് നേരെ അലറിയതും പിന്നിൽ നിന്ന് നളിനിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. സോമ, നിനക്ക് 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ നിന്റെ മോനും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. പിന്നെ ഭാനു ഇവിടെ തന്നെ നിൽക്കും. നീ ഇവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. നീയും ദിനേശന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം ഞാൻ അവരെ അറിയിക്കും. പിന്നെ എന്താ ഉണ്ടാവാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കാതെ ഇറങ്ങാൻ നോക്ക്. നളിനി പറഞ്ഞതും സോമൻ ഒന്ന് ഭയന്നു. അല്ലെങ്കിലും എന്തിനാച്ചാ ഈ പാഴ്വസ്തുവിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത്? ഇവരെ കൊണ്ട് നമുക്ക് ഇന്നേ വരെ വല്ല ഉപയോഗം ഉണ്ടായിരുന്നോ? കാശ് കൊടുത്താൽ ഇവരെക്കാൾ നല്ല വേലക്കാരികളെ കിട്ടാനാണോ പാട്? അച്ഛൻ വാ. ഭാനുവിനെ നോക്കി പുച്ഛത്തോടെ, അതിനേക്കാൾ അഹങ്കാരത്തോടെ ആദ്യം പറഞ്ഞതും ഭാനുവും തിരികെ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. അത് കേട്ടതോടുകൂടി സോമനും ഒന്നും പറയാതെ അകത്തേക്ക് പോയി തന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആദ്യം വന്ന് സോമന്റെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങി കാറിൽ വെച്ചു. കാറിൽ കയറുന്നതിന് മുന്നേ സോമൻ ഭാനുവിന്റെ അരികിൽ വന്നു. ഇവർ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാക്കാനാ. ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് നിന്റെ അച്ഛന്റെ അമ്മയല്ല ഞാൻ. സോമൻ പുച്ഛത്തോടെ പറഞ്ഞതും നളിനി അവന്റെ വാക്കുകൾക്ക് ഉടനടി മറുപടി നൽകി. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് നീ വിചാരിക്കേണ്ടടി. ഒരാഴ്ച, അതിനുള്ളിൽ നിന്നെ പട്ടിയെ പോലെ തിരിച്ച് എന്റെ കാച്ചുവട്ടി തന്നെ എത്തിച്ചിരിക്കും. പറയുന്നത് സോമന, നീ ചെവിയിൽ നുള്ളിക്കോ. അതിന് മറുപടിയായി ഭാനു അയാളെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ഭാനുവിനെ കണ്ടതും അടികൊണ്ട് വീങ്ങിയ സോമന്റെ മുഖത്ത് ദേഷ്യം അരിച്ചു കയറി. അച്ഛാ പോവാ. ആദ്യം വന്ന് അയാളെ പിടിച്ചു നടക്കാൻ സഹായിച്ചുകൊണ്ട് പറഞ്ഞു. സോമ. നളിനിയുടെ വിളി കേട്ട് സോമനും ആദ്യം തിരിഞ്ഞു നോക്കി. നിനക്കും എന്റെ അമ്മായിയമ്മയുടെ അതേ ഗതിയാണ് വരാൻ പോകുന്നത്. നീയും നിന്റെ മകനും അവരുടെ ഗണത്തിൽപ്പെട്ടവരാ. അവര് സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിച്ചു. എന്നിട്ട് അവസാനം ആ മക്കൾ തന്നെ അവരെ ചതിച്ചു. അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടു. നീ തലയിൽ വെച്ച് നടക്കുന്ന നിന്റെ ഈ മകനും അതേപടി ആവർത്തിക്കും. ഇവനും നിന്നെ ചതിക്കും. നിന്റെ അച്ഛമ്മയെ പോലെ നീയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. വെള്ളം കിട്ടാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്നേ. പറയുന്നത് നിന്റെ അമ്മയാ. നീ ചെയ്തു കൂട്ടിയതിനെല്ലാം ഈ ജന്മം നീ അനുഭവിച്ചിട്ടേ പോകൂ. എന്റെ ഈ വാക്കുകൾ നീ മനസ്സിൽ കുറിച്ചിട്ടോ. നളിനി അവരെ നോക്കി ശപിക്കും പോലെ പറഞ്ഞു. ഇതൊന്നും കേട്ടു നിൽക്കാതെ വാ അച്ഛാ. ഇവർ ഇതല്ല ഇതിനപ്പുറം പറയും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെച്ചടി കയറ്റമായിരിക്കും. നമ്മൾ നല്ല നിലയിൽ എത്തുന്നത് ഇവർ അസൂയയുടെ കാണും. അന്ന് ഇവർ നമ്മളെ കാണാൻ ഒന്ന് കൊതിക്കും. ഈ പറഞ്ഞതോർത്ത് കുറ്റബോധം തോന്നും. പിന്നെ തെരുവിലോട്ട് ഇറങ്ങാൻ പോകുന്നത് എന്റെ അച്ഛനായിരിക്കില്ല, നിങ്ങളായിരിക്കും. ആദ്യം എല്ലാവരെയും നോക്കിയാണ് അത് പറഞ്ഞത്, പ്രത്യേകിച്ച് ഹരിയെയും ജിത്തുവിനെയും. നളിനി അത് കേട്ടതും അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ഇറങ്ങട ഇവിടെന്ന്. ജിത്തു ദേഷ്യത്തിൽ പാഞ്ഞു വന്ന് ആദ്യയുടെ കോളർ പിടിച്ച് പുറത്താക്കി. പിന്നാലെ സോമനും ഇറങ്ങി കാറി കയറി. നിമിഷങ്ങളുള്ളിൽ അവർ വാമനൂർ തറവാട്ടിൽ നിന്ന് പോയി. അവർ പോയതും ഭാനു നിലത്തേക്ക് കുഴഞ്ഞു വീണു. അമ്മേ. ചന്തു ഉറക്കെ കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. ജിത്തുവും അബി ഇന്ദ്രനും ചേർന്ന് ഭാനുവിനെ അടുത്ത് മുറിയിൽ കിടത്തി. എല്ലാവരും പേടിയോടെ ഭാനുവിന് ചുറ്റും നിന്നു. ചന്തു ആദ്യയോടെ തന്റെ അമ്മയെ പരിശോധിച്ചു. അമ്മയ്ക്ക് BP കുറഞ്ഞതാണ്, ശരിയാവും. അവൾ തന്റെ കണ്ണുനീർ മറച്ചു വെച്ചുകൊണ്ട് പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു.
അമ്മ കുറച്ചു നേരം ഉറങ്ങട്ടെ, ആരും ശല്യം ചെയ്യണ്ട. ചന്തു പറഞ്ഞത് കേട്ട് എല്ലാവരും മുറിയിൽ നിന്ന് പോയി. ആ നിമിഷം ആ മുറിയിൽ അമ്മയും മകളും മാത്രമായി. ബോധം വന്ന ഭാനു കാണുന്നത് നിറക്കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്ന തന്റെ പൊന്നുമോളെയാണ്. രണ്ടുപേരും കരയാൻ വെമ്പി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ ഇരുവരും ഗാഢമായി പുണർന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നതെല്ലാം ഒരു പേമാരി പോലെ പെയ്തിറങ്ങി. ഭാനുവിന്റെയും ചന്തുവിന്റെയും ഇടയിലുണ്ടായതെല്ലാം മഞ്ഞുരുകുന്നത് പോലെ അലിഞ്ഞുപോയി. അന്ന് സന്ധ്യാനേരത്ത് തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സ്വയം കുറ്റപ്പെടുത്തുകയായിരുന്നു ചന്തു. ഇത്രയും കാലം അടുത്തുണ്ടായിട്ടും പിന്നാലെ നീഴൽ പോലെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരിക്കൽ പോലും അമ്മയോട് ഒന്ന് ചോദിക്കാൻ തനിക്ക് തോന്നിയില്ല? താൻ നല്ലൊരു മകളായിരുന്നില്ലേ? ഓരോന്നും ഓർക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ആ നിമിഷം അവൾക്ക് എത്രയും പെട്ടെന്ന് ഗൗരിയെ കാണണമെന്ന് തോന്നി. അപ്പോൾ തന്നെ ചന്തു തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഭാനു കിടക്കുന്ന മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ അച്ചമ്മയുടെ മടി തലവെച്ച് കിടക്കുകയായിരുന്നു ഭാനു. അവൾ അച്ചമ്മയുടെ കൈ പിടിച്ച് തന്റെ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും പറയുന്നു. അച്ചമ്മ അതൊക്കെ കേട്ട് അവളുടെ തലയിൽ വേദനയോടെ തലോടുന്നുണ്ട്. തന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് തന്നെ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ പരാതി പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയായാണ് ആ നിമിഷം ഭാനുവിനെ കണ്ടപ്പോൾ ചന്തുവിന് തോന്നിയത്. ഒരുപക്ഷെ സ്ഥാനം മാറി ജനിച്ചതായിരിക്കും തന്റെ അമ്മ. ശരിക്കും അച്ചമ്മയുടെ വയറ്റിലായിരുന്നു അമ്മ ജനിക്കേണ്ടത്, അയാൾ തന്റെ അമ്മമ്മയുടെ വയറ്റിലും. പക്ഷെ ദൈവമോ വിധിയോ ആരാണെന്നറിയില്ല, അവരെ ഒരിക്കലും യോഗ്യതയില്ലാത്ത ഗർഭപാത്രത്തിൽ സ്ഥാപിച്ചു. ചന്തു അവർക്കിടയിലേക്ക് ചെല്ലാതെ അവിടെ നിന്നും ഇറങ്ങി. ചന്തു ഉണ്ണിയുടെ വീട്ടിലെത്തുമ്പോൾ ഗൗരി അടുക്കളയിലായിരുന്നു. പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഗൗരിയുടെ പിന്നിൽ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചന്തു പൊട്ടിക്കരഞ്ഞു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഗൗരി ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം അവളെ തന്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. അപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് ഗൗരിയെ മുറുകെ പുണർന്നു. കാര്യം അറിയില്ലെങ്കിലും തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ചന്തുവിനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ഗൗരി അവളുടെ മുടി തലോടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ അടുക്കളയിലേക്ക് വന്ന ഉണ്ണിയും മനു ഗൗരിയെ പോലെ തന്നെ കാര്യമറിയാതെ പൊട്ടിക്കരയുന്ന ചന്തുവിനെ നോക്കി നിന്നു.